മോഡിജിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രശ്നം കേരള ഘടകമാണ്. ഈ ഭയപ്പെട്ട് നിൽക്കുന്ന മൈനോറിറ്റീസിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ഒരു ലീഡേഴ്സിന് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ വോട്ടുകളും രാജീവ്ജി കിട്ടി. അവരുടെ വോട്ടുകൾ എന്നെ ശോഭയ്ക്ക് കിട്ടി. അവരുടെ വോട്ടുകൾ എന്നെ സുരേഷ് ഗോപിക്ക് കിട്ടി. അതില്ലാന്ന് അവർക്ക് പറയാൻ നിവൃത്തിയില്ല. എനിക്ക് ഒരു സ്ഥാനമില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ഒരു ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ BJP ആരെങ്കിലുമൊക്കെ ആവണ്ടേ. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട് എനിക്ക് വലിയൊരു പോസ്റ്റ് തന്നാലും ഞാൻ മാറില്ല. നമസ്കാരം. നടൻ ദേവൻ BJP വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, ഒപ്പം പ്രാഥമിക അംഗത്വം രാജിവെച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ രാജിക്ക് പിന്നിലെ കാരണം? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള രാജ്യമല്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാം, പെട്ടെന്ന് എന്ത് പറ്റി ദേവേട്ടൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാം. ഇത് രാജി എന്ന് പറഞ്ഞാൽ ഒരു ആക്ച്വലി എൻ്റെ മനസ്സ് മാറി തുടങ്ങി ഒരു വർഷമായി. കാരണം ഞാൻ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. കേരളത്തിലെ കാര്യങ്ങൾ ശരിക്കും കേരളത്തിലെ അവസ്ഥ മനസ്സിലാക്കി അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന UDF-നും LDF-നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരവരുടെ വഴിക്ക് പോവുകയാണ്. BJP എന്ന് പറഞ്ഞാൽ മഹത്തായ പ്രസ്ഥാനമാണ്. കാരണം ഞാൻ ഇന്നും BJP-യിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അത് എപ്പോഴും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. മോഡിജിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രശ്നം കേരള ഘടകമാണ്. അപ്പോൾ ആ കേരള ഘടകത്തിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് സ്പോയിൽ ആക്കാനായിട്ട് എൻ്റെ രാഷ്ട്രീയം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്ന കാരണം മോഡിജി തന്നെ ഇന്ത്യ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്നാൽ ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ പൊളിറ്റിക്കൽ ആശയം രക്ഷപ്പെടില്ല എന്ന് വെച്ചിട്ട് അത് ഞാൻ കൊണ്ടുവന്നാൽ അത് മോഡിജിക്ക് ഹെൽപ്ഫുള്ളാവും. കാരണം കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് വേറൊരു ഓഫർ വന്നു. ഇപ്പോൾ ഈ ഇലക്ഷൻ നടക്കാൻ പോകല്ലേ. അങ്ങനെ ഞാൻ അമിത്ഷായുടെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പോൾ അമിത്ഷാ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, BJP-യിലേക്ക് ലയിച്ചോളൂ, അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യാമെന്ന് പറയും. അപ്പോൾ അന്നത്തെ ഒരു ഇതിൻ്റെ ഫീൽഡിൽ ഞാനത് സമ്മതിക്കുകയും ഞാൻ എൻ്റെ പിള്ളേരെ വിളിച്ച് സംസാരിച്ചു. അവർ ചില ആൾക്കാർ പറഞ്ഞു, വേണോ ചേട്ടാ അത് വലിയ അപകടമല്ലെന്ന് ചോദിച്ചവരുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പരീക്ഷണമായിട്ട് പോവാം, നോക്കിയിട്ട് നമുക്ക് വെക്കൽ. അങ്ങനെയാണ് ഇതിൽ ചേർന്നത്. അങ്ങനെ അന്ന് അമിത്ഷാ ഒരു മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മണ്ഡലത്തിൽ മത്സരിക്കാനല്ല ഞാൻ വന്നത്, ഞാൻ മത്സരിക്കുന്നില്ല. എനിക്ക് പറഞ്ഞല്ലോ, ഇവിടെ ഒരു BJP തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു BJP ആണ് കേരളത്തിലുള്ളത്. അത് ഇപ്പോഴും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഭീതി മൈനോറിറ്റീസിൻ്റെ ഒപ്പം തന്നെ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട്. BJP എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണോ എന്നുള്ളത്, അത് കാലാകാലങ്ങളിലുണ്ടായ ഒരു റോങ് നെറേറ്റീവ് ജനങ്ങളുടെ ഉള്ളിൽ വന്നതാണ്. അത് മാറ്റാനുള്ള ശ്രമം ഇതുവരെ നിങ്ങൾ നടത്തിയിട്ടില്ല. BJP നടത്തിയിട്ടില്ല, RSS ചെയ്തിട്ടില്ല. അത് എൻ്റെ ദൗത്യം അതായിരിക്കണം. ഞാൻ പറഞ്ഞ ഇങ്ങനെ മാറി നിൽക്കുന്ന ഈ ഭയപ്പെട്ട് നിൽക്കുന്ന മൈനോറിറ്റീസിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ ഒരു ലീഡേഴ്സിന് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. എനിക്കത് പറ്റും. അവർ തമ്മിലുള്ള ബന്ധം, ഞാൻ തമ്മിലുള്ള ബന്ധം അതാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും എനിക്ക് ഒരു പ്രവേശന സാധ്യത ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നല്ലൊരു ഐഡിയയാണ്. അപ്പോൾ എങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊപ്പഗൻഡ സെക്രട്ടറി കേരള സ്റ്റേറ്റ്, ഇൻഡിപെൻഡൻറ്റ് ചാർജാണ്, ഡയറക്റ്റ്ലി റിപ്പോർട്ടിംഗ് ടു സെൻട്രൽ ലീഡർഷിപ്പ്. ഇദ്ദേഹം അത് അഗ്രി ചെയ്തു. അപ്പോൾ തന്നെ നഡ്ഡാജിയുടെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് പറഞ്ഞു, സമ്മതിപ്പിച്ചു. ഷേഖിൻ്റെ അടുത്ത് യുവർ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി. അപ്പോൾ അന്ന് പിന്നെ ഇയാളായിരുന്നു, കെ സുരേന്ദ്രനായിരുന്നുള്ളൂ കേരളത്തിൽ. അദ്ദേഹം സംസാരിച്ചു, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ ആ കാര്യം അവർ നടപ്പിലാക്കിയില്ല. അത് ആ ഒരു പോസ്റ്റ് കിട്ടിയില്ല. പിന്നെ എനിക്ക് തന്നത്, കെ സുരേന്ദ്രൻ തന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് 2003. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കൊരു പോർട്ട്ഫോളിയോ വേണമല്ലോ, ഞാൻ എന്ത് ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്? അപ്പോൾ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞു, നമുക്ക് ആലോചിച്ചിട്ട് എന്താ വേണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും തന്നില്ല. അങ്ങനെ ഞാനിത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 24 പാർലമെൻറ്റ് ഇലക്ഷൻ വന്നു. അതിന് ഞാൻ അപ്പോൾ 2021 അസംബ്ലി ഇലക്ഷനിൽ ഞാൻ ക്യാമ്പയിനിൽ പോയിട്ടുണ്ടായിരുന്നു. 2004 പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞാൻ പോയി
രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും ഇവിടെയൊക്കെ ഞാൻ പ്രവർത്തിച്ചു. ശോഭാ സുരേന്ദ്രനൊക്കെ ഞാൻ പ്രവർത്തിച്ചു. വളരെ നല്ല രീതിയിൽ എന്നെ പ്രവർത്തിച്ചിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു സ്ഥാനമില്ല. ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ഒരു ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ BJPയുടെ ആരെങ്കിലുമൊക്കെ ആവണ്ടേ. അപ്പോൾ 23 എനിക്ക് തന്നിട്ട് 24 ഈ 24 അവസാനത്തോടു കൂടി ഇത് എടുത്ത് മാറ്റം ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനം മാറ്റി. എന്നോട് ചോദിക്കാതെ, എന്നെ അറിയിക്കാതെ, അതിനുള്ള പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ഒന്നും നോക്കാണ്ട് അവർ എന്നെ മാറ്റി. ഞാൻ റിയാക്ട് ചെയ്തില്ല. മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വൈസ് പ്രസിഡൻ്റ് അല്ല എന്നാണ്. എൻ്റെ അടുത്ത് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ നിമിഷം വരെ അവർ പറഞ്ഞിട്ടില്ല. എന്താ റീസൺ എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. എന്നെ അല്ല, ഈ മാറ്റിയ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണമല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ. പക്ഷേലായിട്ട് പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ഞാൻ റിയാക്ട് ചെയ്തില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 2024 ആ ഇലക്ഷനിൽ ഞാൻ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് അടിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ജിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം പ്രവർത്തിച്ചു. ഒരുപാട് വോട്ട് ബാങ്കുകൾ, ഞാനവിടെ ഇലക്ഷൻ നിന്നിട്ടുള്ള ആളാണ്. അങ്ങനെ എനിക്കുള്ള കുറേ കൊച്ചു വോട്ടുകളുണ്ട്. അതുകൂടാതെ വളരെ പ്രഗത്ഭമായ ഒരു ഗ്രൂപ്പിനെ അവർക്ക് കൊണ്ടുകൊടുത്ത് അവരുടെ വോട്ടുകൾ മുഴുവനും കിട്ടിയവർക്ക്. അത് വലിയൊരു കഥയാണ്. അത് ഓപ്പണായിട്ട് പറയാൻ നിവൃത്തിയില്ല. അങ്ങനെ അത്രയും വോട്ടുകൾ, അത് വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ വോട്ടുകൾ, മുഴുവൻ വോട്ടുകളും രാജീവ്ജി കിട്ടി. അവരുടെ വോട്ടുകൾ എന്നെ ശോഭയ്ക്ക് കിട്ടി. അവരുടെ വോട്ടുകൾ എന്നെ സുരേഷ് ഗോപിക്ക് കിട്ടി. അതില്ലാന്ന് അവർക്ക് പറയാൻ നിവൃത്തിയില്ല. എന്നിട്ടും ഞാൻ ഈ സ്ഥാനമില്ലാത്ത സംഗതി കൊണ്ടുപോയി. എന്നിട്ടും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ 2026 വന്നു. 2026 വന്നു. എൻ്റെ അടുത്ത് ആദ്യം വന്നത് RSS നിന്നാണ്. അവർ വന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം അസംബ്ലി ഇലക്ഷനിൽ ദേവൻ മത്സരിക്കണം. അത് ഏതാണ്, അത് ദേവൻ സെലക്ട് ചെയ്യുന്ന സീറ്റ് നമുക്ക് മത്സരിപ്പിക്കാം, ജയിക്കണം, ഞങ്ങൾ ജയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഞാൻ പറഞ്ഞു അതാണെങ്കിൽ എനിക്ക് കൂടുതൽ ആക്സസിബിലിറ്റി ഉണ്ട്. ജനങ്ങളായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ പേരും അമ്മയുടെ ആയിട്ടുള്ള കണക്ഷൻസ് ജനങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഫാമിലി അറിയപ്പെടുന്ന ഫാമിലിയാണ്. അങ്ങനെ ഞാനത് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ സെലക്ഷൻ കിട്ടിയെന്ന് കൊടുക്കും. അവിടുത്തെ ഈ ചേംബർ ഓഫ് കോമേഴ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദേവൻ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട ഒരു പക്ഷേ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ നന്നായി. അത് കാരണം ഞങ്ങൾ ഇവിടെ ഈ BJPയുടെ ടിക്കറ്റ് ആരായിരിക്കും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ദേവനാണെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, അക്സെപ്റ്റ് ചെയ്തോളൂ, ഞങ്ങളൊപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ ബിഷപ്പിൻ്റെ ഒക്കെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ ബിഷപ്പും പറഞ്ഞു, ദേവനാണെങ്കിൽ അയാൾക്ക് ജാതി മതം ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ്, അയാൾക്ക് പൊളിറ്റിക്സും ഇല്ല, അതുകൊണ്ട് ദേവനാണ് നമുക്കത് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ വന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംഗതി വന്നത്. ഈ പത്മജ വേണുഗോപാലിന് സീറ്റ് ഓഫർ ചെയ്തെന്ന് പറഞ്ഞിട്ട് വന്നത്. അത് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് സുരേഷ് ഗോപി എൻ്റെ അടുത്ത് എന്നെ വിളിച്ചത്. ഇങ്ങനെ നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവരിപ്പോൾ ആ സീറ്റ് വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അമിത്ഷാ ഇത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവർ ചേരുന്ന സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാറാം. കാരണം അമിത്ഷാ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ BJPയുടെ ഒരു ആവശ്യമാണെങ്കിൽ ഞാനത് മത്സരരംഗത്ത് നിന്ന് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏത് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പുതുക്കാട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുതുക്കാട് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. 5 ദിവസം വളരെ സജീവമായിട്ട്. അപ്പോൾ ഭയങ്കര ഓളമായി. എൻ്റെ വരവോടുകൂടി പുതുക്കാട് ആകെ ഇറങ്ങി മറിഞ്ഞു. ആൾക്കാർ മുഴുവനും അവിടെ പ്രവർത്തിക്കാതിരുന്ന് മാറി നിന്ന ഈ BJP പ്രവർത്തകന്മാരൊക്കെ വന്നു. അവർ പറഞ്ഞു, അത് സ്ത്രീകളടക്കം. ഞങ്ങൾ വലിയ ഗ്രൂപ്പായിട്ടാണ് ഓരോ സ്ഥലങ്ങളിൽ പോയി. ഈ അവിടെ കുറേ ഇതുണ്ട്, ട്രൈബൽ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ചർച്ചിൽ, അമ്പലങ്ങളിൽ, ഷോപ്പുകളിൽ, പബ്ലിക് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര ഒരു ഓളം കിട്ടി. അങ്ങനെ സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു, നമുക്ക് ചുവരെഴുത്തിന് വേണ്ടി ഞാൻ വരാം. അന്ന് ഞങ്ങൾ ചുവരെഴുത്തിന് വേണ്ടി നമ്മൾ ആദ്യത്തെ സുരേഷ് താമര ഒക്കെ എഴുതിയെടുത്തു. അത് ഉറപ്പായി. അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു, നമുക്ക് ഈ ഓഫീസ്, എൻ്റെ ഈ ഇലക്ഷൻ ഓഫീസിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ റെഡിയാക്കി. ഞാൻ പോസ്റ്ററൊക്കെ അടിച്ചു, ഓഫീസ് എടുത്തു,
അങ്ങനെ കുറേ സംഗതികളൊക്കെ നടത്തി കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അന്ന് ഒരു ദിവസം പ്രഖ്യാപനം വന്നതിൽ എൻ്റെ പേരല്ല, ഒരു നാഗേഷ് എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ആളുടെ പേരിലാണ്. അപ്പോൾ എൻ്റെ അവിടുത്തെ പ്രവർത്തകരെന്നെ വിളിച്ച് അവർ ഭയങ്കര സങ്കടമായിപ്പോയി, ഇത്രയും പ്രവർത്തിച്ചിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഞാൻ ഉടനെ സുരേഷിനെ വിളിച്ചിരുന്നു. അപ്പോൾ സുരേഷൻ പറഞ്ഞു, ശരിക്കും എന്താണെന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമുക്കില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അന്നും ഞാൻ പ്രതികരിച്ചില്ല. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഉടനെ മീഡിയനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഞാൻ ഇതുവരെ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഈ മണലൂരുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ പോയി, ഇവിടെയും പോയി, എന്നെ മാറ്റിയ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ പോയി പ്രവർത്തിച്ചു. ഷൊർണൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും നാം പ്രത്യേകിച്ച് നമ്മുടെ നിർമ്മല സീതാരാമൻ വന്ന ഒരു ക്യാമ്പയിനിലൊക്കെ ഞാൻ റോഡ് ഷോന് പോയി, അതെല്ലാം ചെയ്തു. അല്ല, അന്നടിച്ച പോസ്റ്ററൊക്കെ പിന്നെ എന്ത് ചെയ്ത്? വേസ്റ്റ്, കാശ് പോയി വലിയ സങ്കടമില്ല അതൊക്കെ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കുറേ NRIs ഉണ്ട് അവിടെ. കുറേ NRIs മുഴുവനും ഭയങ്കര ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇതല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ എന്നെ വിളിക്കുന്നു. ഞങ്ങൾ അവർ ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിന് വേണ്ടി വരാനായിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത്. പെട്ടെന്നാണ് ഇവർ ഷോക്കായി പോയി. എന്നിട്ട് എന്നെ വിളിച്ചു, അപ്പോൾ ദേവേട്ടനല്ലേ? ഞാൻ പറഞ്ഞു ഞാനല്ല പറഞ്ഞു. അപ്പോൾ അവർക്കാകെ വിഷമമായി. അങ്ങനെ ഒരു തരം നാണക്കേടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊന്നും പ്രതികരിച്ചില്ല. അതൊന്നും പാർട്ടിയല്ലേ, പാർട്ടിയുടെ നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പുള്ള എൻ്റെ മനസ്സിലൊരു വേദന നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പ്രവർത്തിക്കണമെങ്കിൽ, എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ എനിക്കൊരു പോസ്റ്റ് വേണം, അല്ലാണ്ട് പറ്റില്ല. അതൊരു തരുന്നില്ല. അവർ ഈയിടെ അങ്ങോട്ട് എന്നോട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഒരു BJP-കാരൻ ചോദിച്ചു, അയാൾക്ക് പോസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞു. എനിക്ക് പോസ്റ്റ് തരാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പ്രവർത്തകന് അയാൾ ചെയ്യുന്ന ഒരു പോസ്റ്റ് തെറ്റിയില്ലെങ്കിൽ അയാൾ എന്തിൻ്റെ അധികാരത്തിലാണ് പോയി ചോദിക്കൂട്ട്. ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടർ പണിയെടുക്കണമെങ്കിൽ അയാൾക്ക് സ്റ്റെതസ്കോപ്പ് വേണം, നൈഫ് വേണം. ഒരു ആശാരിക്ക് പണിയെടുക്കണമെങ്കിൽ ഉളി വേണം, ചുറ്റിക വേണം. അതേപോലത്തെ ഒരു രാഷ്ട്രീയക്കാരന് പണിയെടുക്കണമെങ്കിൽ അയാൾക്കൊരു പോസ്റ്റ് വേണം. അതൊരു ആഭരണമല്ല, ഒരു ടൂളാണത്. ആ ടൂൾ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് പ്രവർത്തിക്കാൻ ഒരു മെക്കാനിക്കിന് ടൂൾ ഉണ്ടേ, അതില്ല. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ പാർട്ടി വിട്ട് പോകാനുള്ള കാരണം വെച്ചാൽ എന്നെ ഒരു യൂസ്ലെസ് നേതാവായിട്ട് വെച്ചിരിക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ, താങ്കളെ വെട്ടിയതിന് പിന്നിൽ? അത് ഞാൻ എന്താ അറിയാമെങ്കിൽ ഞാനത് പറയുന്നില്ല. അത് കാരണം അവരെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. അത് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ അങ്ങനെ എന്നെ ദുഷിക്കുന്നവരുടെ ഞാൻ കാട്ടിക്കൊടുക്കുന്ന ഒരാളല്ല. അത് അവരുടെ ഇത് കാര്യം ഞാൻ ഒരിക്കലും അത് പറയില്ല. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിങ്ങമാസത്തിൽ ഒരു നല്ല ദിവസം നോക്കിയിട്ടാണ് അനൗൺസ്മെൻറ്റ് ഞാൻ തീരുമാനിച്ചത്. അതൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പാഞ്ചജന്യം എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്, ഡൽഹി ബേസ്ഡ് ആയിട്ട്. അത് മലയാളികളാണ് അതിൻ്റെ കൂടുതൽ ആൾക്കാർ. പിന്നെ ഓൾ ഇന്ത്യ അസോസിയേഷനാണ് ഒരു ഇത്. അതിൻ്റെ സദേൺ ഏരിയയിലത്തെ സദേൺ ഡിവിഷൻ്റെ ചെയർമാനാണ് ഞാൻ. ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടും ചാരിറ്റബിളായിട്ടും ഈ പ്രോഗ്രാംസ് ഉണ്ടാക്കൽ, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നതും, ഇന്ത്യയുടെ ചരിത്രങ്ങൾ, ഭാരത ചരിത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ, അങ്ങനെ പാർട്ടിയല്ലത്, അതൊരു നോൺ പൊളിറ്റിക്കൽ ആണ്, അതിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞിങ്ങനെ ഈ 16-ാം തീയതി ആലപ്പുഴ വെച്ചിട്ടൊരു മീറ്റിംഗ്, ഒരു വലിയൊരു സംഭവമുണ്ട്. അതിൽ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ പത്മഭൂഷൺ കിട്ടിയ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ആദരവും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പഞ്ചദിനത്തിൻ്റെ പേരിൽ അതിനെ ആദരിക്കുന്നത് ദേവനാണ്. കാരണം ഞാനാണ് ചെയർമാൻ, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, വരണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. അങ്ങനെ 15-ാം തീയതി നൈറ്റിൽ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി. 15-ാം തീയതി നൈറ്റിൽ അവിടെ വന്നു. അപ്പോൾ അവിടെ സ്റ്റേജൊക്കെ ഭയങ്കര, അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വലിയൊരു സ്റ്റേജ്, വലിയൊരു
വേദി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് തന്നെ ഒരു അമ്പലമുണ്ട്, കണിച്ചുകൊള്ളുങ്ങര അമ്പലം. അമ്പലത്തിൻ്റെ അവിടെ ഇപ്പം നട അടച്ചിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഈ രാജിയുടെ കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്, ഞാൻ അസ്വസ്ഥനാണ്. അപ്പോൾ ഞാൻ എൻ്റെ അവിടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, അമ്മേ ദേവി, എനിക്ക് ഞാൻ ഇത് എപ്പോഴാണ് അത് എൻ്റെ ചെയ്യേണ്ടത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അമ്മോട് ചോദിച്ചു, ഇങ്ങനെയാണ് അമ്മ, ഞാനിത് എന്നാണ് ഇത് അനൗൺസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ മനസ്സിലേ അത് ചിലപ്പോൾ എനിക്ക് തോന്നലായിരിക്കാം, ചെറിയൊരു ഇടിമിന്നൽ വന്നു. ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് ഡെയിലി. പെട്ടെന്നിട്ട് ഒരു സംഗതി വന്നു. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത ഫീൽ ചെയ്തു. അത് കഴിഞ്ഞു, ഞാൻ തൊഴുതു. ഞാൻ നേരെ ആ ഒരു റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ പോയി കിടന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, അങ്ങനെ ഒരു ആൻസർ കിട്ടിയിട്ടില്ല. അങ്ങനെ എൻ്റെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എണീക്കുമ്പോൾ 5:30 മണിയായിട്ടുള്ളൂ രാവിലെ. എണീറ്റപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ്, ഈ വേദി, അപ്പോൾ എനിക്ക് വേദി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ വേദിയിൽ എനിക്ക് ഏറ്റവും, അതായത് ദൈവം ഉണ്ടാക്കി തന്ന ഒരു വേദി എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഈ അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ അവരുടെ ഈ ഓഫീസിൽ പോയിരുന്നെങ്കിൽ ഇത്രയും ഇമ്പാക്റ്റ് എനിക്ക് കിട്ടില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നി ഈ വേദിയാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉദിച്ചു. അത് ഞാൻ ഒരു ദൈവത്തിൻ്റെ ഒരു വിളിയായിട്ട് എനിക്ക് തോന്നി. നീ ഇവിടെ തന്നെ ചെയ്തോളാൻ പറഞ്ഞു. അതങ്ങോട്ട് ഉറപ്പിച്ചു. 9:30 മണിക്കാണ് പരിപാടി. ഞാൻ ഉറപ്പിച്ചു ഇതവിടെ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നത് അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളൊരു സ്പീക്കറായതുകൊണ്ട് ഇതെങ്ങനെ അവതരിപ്പിക്കുന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ സ്റ്റേജിൽ വന്നു, എല്ലാവരും ഇരുന്നു. വെള്ളാപ്പള്ളി വന്നു. വെള്ളാപ്പള്ളീനെ ആദരിച്ചതിന് ശേഷം ദേവൻ സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു. ആദരിച്ചു കഴിഞ്ഞു. ഞാനവിടെ പോയിട്ട് പ്രസംഗം ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ വെച്ചാൽ നമ്മളുടെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഞാൻ ചെറുപ്പത്തിൽ മുതലേ അത് പഠിച്ചുകൊണ്ട് വന്ന ആളാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. ജാതിയില്ലാത്തൊരു സമൂഹം നമുക്കില്ല, മതമില്ലാത്തൊരു സമൂഹമില്ല, ഒരേ ഒരു ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതിന് ശേഷം 1924 ഒരു ബുക്കിൽ ശ്രീനാരായണ ഗുരുദേവ് ഇത് തിരുത്തിയിട്ടുണ്ട്. അതിൽ ഗുരുദേവൻ പറഞ്ഞതെന്ന് വെച്ചാൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു അവിടെ. ഞാൻ പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് പ്രാക്ടിക്കലല്ല. ഗുരുദേവൻ തന്നെ 1924 അദ്ദേഹം എഴുതിയ ഒരു ബുക്കിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്, മനുഷ്യൻ നന്നായാൽ മതി, അത് ഏത് ജാതിയായാലും കുഴപ്പമില്ല. അതായിരിക്കണം നമ്മളുടെ മുദ്രാവാക്യം. ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ ആശയത്തിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഈ സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തെയും എൻ്റെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന വലിയൊരു അനൗൺസ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ആൾക്കാർ മുഴുവനും തയ്യാറായി. എന്താ ഞാൻ പറയാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തെയും എൻ്റെ രാഷ്ട്രീയത്തെയും പരാമർശിക്കപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് ഇത് പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ സ്പീച്ച് കണ്ടിന്യൂ ചെയ്തു. 2 മിനിറ്റും കൂടി പെൻഡുണ്ട്. അപ്പോൾ ആൾക്കാരെങ്ങനെ ഇതെന്തായിരിക്കും മനസ്സിലായില്ലേ, ആകാംക്ഷ. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ടോട്ടലി ഒരു 15 മിനിറ്റ് എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ജീവിച്ചു. അപ്പോൾ എനിക്ക് ഒരു സ്പേസ് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ നടന്നു പോവാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി നടന്നവനാണ് ഞാൻ. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടും എനിക്കൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടും ഈ വേദിയിൽ വെച്ച് ഈ മഹത് സാന്നിധ്യങ്ങളുടെ മുമ്പിൽ, ഈ മഹനീയ ഈ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതിൻ്റെ പ്രാഥമിക അംഗത്വവും ഞാൻ ഇവിടെ വെച്ചിട്ട് രാജിവെക്കുന്നു. അതിൻ്റെ കത്ത് ഉടനെ കൊടുക്കുന്നതാണ്. ജയ് ഹിന്ദ്. ഇതാണ് സംഭവിച്ചത്. എൻ്റെ ചിന്ത ഒരു വേറിട്ട രാഷ്ട്രീയമാണ്. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട് എനിക്ക് വലിയൊരു പോസ്റ്റ് തന്നാലും ഞാൻ മാറില്ല.
നമ്മുടെ പഴയ കേരള പീപ്പിൾസ് പാർട്ടി അത് മുഖം മിനുക്കി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ്? അതെ അതെ, കേരള പീപ്പിൾസ് പാർട്ടി അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ശക്തിയിലും വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിന് ആവശ്യമുള്ള, കേരളത്തിൻ്റെ അതായത് മലയാളികളുടെ വികാരമുള്ള, മലയാളികളുടെ ആവശ്യമുള്ള, മലയാളികളുടെ മനസ്സറിയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരിക്കും എൻ്റെ ഈ കേരള പീപ്പിൾസ് പാർട്ടി പുതിയ രൂപത്തിൽ. കേരള പീപ്പിൾസ് പാർട്ടിയുമായി മുന്നോട്ട് പോകാനാണ് നടൻ ദേവൻ്റെ തീരുമാനം. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകും. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പ്രവേശിക്കുന്നില്ല, സ്വതന്ത്രമായി നിന്നാണ് ഇനി രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.